അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ രണ്ടാൾ പറഞ്ഞിരുന്നു നിങ്ങൾ വണ്ടിൻ്റെ റേറ്റ് എത്രയും പറഞ്ഞില്ല, പിന്നെ വണ്ടി കാണിച്ചു തന്നില്ല. അപ്പോൾ വണ്ടി ഇതാണ്, സൈക്കിള് ഇതാണ്. സോനിയോ ഇത് കണ്ടിട്ടാ. ഇതിന് മെയിനായിട്ട് ഇതിന് ഷോക്ക് അബ്സർ ഉണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, ഷോക്ക് അബ്സർ ഉണ്ട്, കണ്ടില്ലേ. പിന്നെ പറഞ്ഞാൽ ഈ വണ്ടിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇതിന് 9 ഉറുപ്പ്യാണ്. ഈ 9 ഉറുപ്പ്യയിൽ പിന്നെ ഇവിടെ ഇവിടെ ഈ ആനിലവിടെ ഈ പിന്നെ എന്ന് വെച്ചാൽ ക്യാമറ അല്ലെങ്കിൽ നമ്മൾ ഫോൺ വെക്കാൽ ഈ സ്റ്റാൻഡ് പോലെ ഈ 9 ഉറുപ്പ്യയിൽ എനിക്ക് തന്നിക്കണ്. പിന്നെ എനിക്ക് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ ഞാനിത് ഓലെ കട ഞാൻ പരസ്യമാക്കി ഇട്ടിട്ട് എനിക്കിത് പകുതി പിന്നെ പൈസക്കാട് പോലെ ഈ സൈക്കിള് തന്നിക്കണത്. ഓക്കെ, അപ്പോൾ ഇതാണ് വണ്ടി. അപ്പോൾ ഇതിപ്പോൾ പോകാൻ നല്ല വെച്ചാൽ നല്ല സുഖമാണ്. സുഖം പറഞ്ഞാൽ ഈ സീറ്റുമ്പോൾ ഞാൻ ഫസ്റ്റ് പോയപ്പോൾ ചന്തിൻ്റെ അവിടെ ഭയങ്കര വേദനയായിരുന്നു. അതിൽ ഞാൻ എന്താ കാട്ടിയത്, ഇത് നമ്മളെ പഴയ വണ്ടിൻ്റെ സീറ്റാണ്. അപ്പോൾ പിന്നെ ഇത് ഞാനൊരു സൈക്കിൾ കാക്കുണ്ടായിരുന്നു ഇവിടെ ഇരിങ്ങാട്ടി ഭാഗത്ത്. അവിടെ പോയിക്കാണ്ട് ഞാൻ ഈ പിന്നെ സീറ്റ് മേടിച്ചുകാണ്ട് ഞാൻ ഇതിന്മേ പിന്നെ പുതിയ സീറ്റിൻ്റെ കവറ് ഫോൺ ഇട്ടുകൊണ്ട് കവറ് അടുപ്പിച്ചുകാണ്ട് ഞാൻ പോകുമ്പോൾ ഈ സീറ്റ് ഇവിടെ ഫിറ്റ് ചെയ്ത് പോകും. എൻ്റെ സോനിമോന് പോകുമ്പോൾ ഈ സീറ്റ് ഇട്ട് പോകും. അപ്പോൾ വലിയവർക്കൊക്കെ നല്ലോണം യാത്രക്ക് പറ്റിയ സീറ്റ് ഇങ്ങനത്തെ സീറ്റാണ്, നമ്മളെ പണ്ടത്തെ സൈക്കിളിൻ്റെ സീറ്റ്. എന്താന്ന് പറഞ്ഞാൽ നമ്മളെ ചന്തിക്ക് ഒരു വേദന ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ 9 ഉറുപ്പ്യാണ് ഇതിൻ്റെ വില. ഈ സൈക്കിളിനപ്പം ഒരു കാറ്റടിച്ചിന് പമ്പ് ഇട്ടിരിക്കണ്, പിന്നെ വെള്ളക്കുപ്പിയും കിട്ടിയിരിക്കണ്. എന്തായിട്ടില്ലേ, ഈ വെള്ളക്കുപ്പി കിട്ടിയിരിക്കണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ എന്ന് വെച്ചാൽ പിന്നെ ഫോൺ വെക്കാതെ ഈ സ്റ്റാൻഡും കിട്ടിയിരിക്കണം. അസ്സലാമു നമസ്കാരം, ഞാൻ മജീദാണ്. അപ്പോൾ ഞാനൊരു സൈക്കിൾ മേടിച്ചിട്ടുണ്ടോ, കണ്ടില്ലേ, ഇതാണ് സൈക്കിള്. അപ്പോൾ ഇത് മേടിക്കാൻ കാരണം ഞാൻ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇത് കേൾക്കേണ്ടത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, അങ്ങനെ രക്തസമ്മർദ്ദമില്ല ആൾക്കാരത് കേൾക്കേണ്ടത്. ഞാൻ ഒരു വീടിൻ്റെ സിമെൻറ്റ് തേപ്പെടുക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഒരു വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഞാൻ ഇരുന്ന് കയറ്റപ്പോൾ എനിക്കിങ്ങനെ ശ്വാസം തിങ്ങാം. എന്ന് വെച്ചാൽ നല്ല തിങ്ങലുണ്ടായിരുന്നു. ഞാൻ വെയിറ്റ് ആക്കാൻ ഒരു 100 കിലോ വെയിറ്റ് ഉണ്ട്. അതിൽ ഞാൻ ഡോക്ടറെ അടുത്ത് കഴിഞ്ഞാൽ പണി കയറിയിട്ട് ഡോക്ടറെ പോയി. ഡോക്ടറെ ഇങ്ങനെ ഇരുന്ന് പണിയെടുക്കുമ്പോൾ അങ്ങനെ ശ്വാസം തിങ്ങാണ് പറഞ്ഞു. അപ്പോൾ ആദ്യം ചോദിച്ചു ഭക്ഷണം ഇങ്ങനെ നല്ലോണം കഴിക്കലുണ്ട് ചോദിച്ചു. അത് പറഞ്ഞു എല്ലാവരും കഴിക്കണ മാതിരിയാണ് ഞാൻ കഴിക്കൽ പറഞ്ഞു. അതിൽ ഡോക്ടർ പറഞ്ഞു എനിക്കൊരു മരുന്നിൻ്റെ ആവശ്യമില്ല, ഇത് ഞാൻ പറഞ്ഞ മാതിരി ചെയ്യും ചോദിച്ചു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു സാറേ എന്താണ്. അപ്പോൾ സാറ് പറഞ്ഞത് ഇതൊരു സൈക്കിൾ മേടിക്കാം, ഒരു 4 മാസം ആ സൈക്കിള് ചവിട്ടി ഇങ്ങനെ നടക്കുക. എന്ന് വെച്ചാൽ പണിക്ക് പോകുമ്പോഴും എന്ന് വെച്ചാൽ ഇത് എങ്ങോട്ടാണ് പോണത് അങ്ങോട്ടൊക്കെ സൈക്കിൾ ചവിട്ടി നടക്കും. അപ്പോൾ എൻ്റെ ശരീരം ലേശം കുറയുമ്പോൾ എൻ്റെ ശ്വാസം ഉണ്ടാകും. എൻ്റെ വെയിറ്റ് കൂടിയോണ്ടാണ് പിന്നെ എനിക്ക് ആ ശ്വാസം തിങ്ങാൻ കാരണം പറഞ്ഞു. അപ്പോൾ എൻ്റെ വെയിറ്റ് പറഞ്ഞാൽ ഞാൻ 6 അടി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വെയിറ്റ് പറഞ്ഞാൽ ഒരു 80 കിലോത്തിൻ്റെ പെരുത്തുകൾ പറ്റും. പക്ഷേ ഞാനൊരു 100 കിലോ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളൊക്കെ കമ്മിയായിരുന്നു. അന്ന് പറഞ്ഞാൽ ബൈക്കില്ല, ബൈക്കും സ്കൂട്ടിയില്ല. ഇപ്പോൾ പറഞ്ഞാൽ ബൈക്കും സ്കൂട്ടി ഉണ്ടായിട്ട് ആൾക്കാർ തീരെ നടക്കണില്ല. അതുകൊണ്ടാണ് നമുക്ക് ഓരോ രോഗം ഉണ്ടാകാൻ കാരണം. ചെറിയൊരു കാറ്റാണ്. അതുകൊണ്ടാണ് നമുക്ക് ഓരോ രോഗം ഉണ്ടാകാൻ കാരണം. അപ്പോൾ നിങ്ങളും തന്നെ ഇപ്പോൾ ഞാൻ ചെയ്യണമാര് ഒരു സൈക്കിൾ മേടിച്ചാൽ മതി. അത് ഗിയർ സൈക്കിൾ ആടുന്നില്ല. ഞാൻ മേടിച്ചത് ഗിയർ സൈക്കിളൊന്നുമില്ല, സാധാ സൈക്കിൾ. എന്ന് വെച്ചാൽ പണ്ടത്തെ വണ്ടിയല്ല. എന്ന് വെച്ചാൽ ഇതുമേ ഓട്ടാൻ വെച്ചാൽ ചവിട്ടിയാണ്ട് ഓട്ടാൻ നല്ല സുഖമാണ്. അപ്പോൾ നിങ്ങളും ഇതേമാതിരി സൈക്കിൾ മേടിച്ചാണ്ട് നിങ്ങളത് ചവിട്ടിയാക്കാട് നിങ്ങളെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോളൊക്കെ നോർമലിക്കാട് വരും. ഇത് പറയാനാണ് ഞാൻ വീഡിയോസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആഹാ നല്ല സുഖം. ഇനി ശരിക്കും കാണാത്തത് സൂര്യൻ എൻ്റെ വെഹിക്കിലാണ്, അതുകൊണ്ടാണ് ശരിക്കും കാണാത്തത്. കാരണം ഞാൻ പണിയാറി പോലെയാണ്. അവിടെ വലിയ 2 അമ്പുണ്ടായിരുന്നു, അത് ഞാൻ ആ ടൈമിൽ വർത്താൻ പറയും. അതെ, ഇതേമാതിരിയാണ് ചവിട്ടിയാൽ നമ്മുടെ ശരീരം ഉണ്ടാകും. അപ്പോൾ നമുക്കൊരു അസുഖം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ പറയില്ല, വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞാൻ സപ്പോർട്ടും ചെയ്യുള്ളൂ. ഓക്കെ, സൈക്കിൾ ഓടിച്ചപ്പോഴേ ഫോൺ വെക്കാതെ സ്റ്റാൻഡൊക്കെ എനിക്ക് ഫ്രീ ആയി കിട്ടിയിരിക്കണം. കണ്ടില്ലേ.
ഇതാണ് സ്റ്റാൻഡ്. അപ്പോൾ ഇതുമേ ഈ സ്റ്റാൻഡ് വെച്ച് കാണാണ്ട് വീഡിയോ എടുത്ത് ഇങ്ങനെ പോകാം. അതിനും സൈക്കിൾ സാറാണ്. പിന്നെ പറയൽ ഒരാഴ്ചയായി ഞാൻ ഈ സൈക്കിൾ മേടിച്ചിട്ട്. സത്യം പറയാമല്ലോ, ഞാനത് വെറുതെ അറിയുന്നല്ല. എൻ്റെ കാലിൻ്റെ ബാക്കിൻ്റെ അവിടെ ചെറിയ തരിപ്പുണ്ടായിരുന്നു. ഇതിമ്മപ്പോൾ ഈ ഒരാഴ്ചയായി ഇങ്ങനെ സൈക്കിൾ ചവിട്ടിങ്ങനെ പോണ്. ഇപ്പം ആ തരിപ്പ് പോയി. കാരണം കാലോട് ഇങ്ങനെ പഴലുമ്പോൾ ചവിട്ടി വിരലുമത്തെ ഞരമ്പിൻ്റെ അതിൽക്കൂടെയൊക്കെ രക്തോട്ടമുണ്ട്. ഇപ്പോൾ ചെറിയൊരു കയറ്റാണ്. എന്നാലും തന്നെ അത് ചവിട്ടിക്കാണ്ട് കയറ്റാം. അപ്പോൾ ഇങ്ങനെ ചവിട്ടിക്കാണ്ട് കാലിൻ്റെ വിരലുമത്തെ ഞരമ്പിൽ കൂടി രക്തം ഓടിയിട്ട് ആ തരിപ്പ് പോയി. ഇത് ഞാൻ വെറുതെ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ഇതേമാതിരി ഗിയർ സൈക്കിൾ കാണുന്നില്ല, ഇതേമാതിരി സൈക്കിൾ ഓടിച്ചാൽ മതി. ഒരു 8-9 ഉറുപ്പ്യ കൊടുത്താൽ സൈക്കിൾ കിട്ടും. എന്നാൽ കുറേ അസുഖങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറിപ്പോകും. ഓക്കെ, എന്നാൽ ശരി, അടുത്ത വീഡിയോസിൽ കാണാം.